മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വങ്ങളെ വെട്ടിലാക്കി പ്രമുഖ സാമുദായിക സംഘടനയായ എപി വിഭാഗം സുന്നികളും രംഗത്ത് വന്നിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനത്തിൽ ലീഗ് നേതൃത്വം വീഴരുത് എന്ന മുന്നറിയിപ്പ് ഇ.കെ. വിഭാഗം സമസ്തയ്ക്ക് പിന്നാലെ എപി വിഭാഗം സമസ്തയിലെ നേതാക്കളും പരസ്യമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നതയിൽ നിലപാട് വ്യക്തമാക്കിയാണ് എപി വിഭാഗം നേതാവും SYS ജനറൽ സെക്രട്ടറിയുമായ എപി അബ്ദുൽ ഹക്കീം ഹസ്കാരി തുറന്നടിച്ചിരിക്കുന്നത്. സമസ്തയുടെ കൂടി ഭാഗമായ ലീഗ് നേതാക്കൾ സുന്നി വിരുദ്ധ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് ഇപ്പോഴുള്ള അസ്വസ്ഥതകൾക്ക് കാരണമെന്നാണ് ഹക്കീം അസ്ഹരി പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ സമസ്ത സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിന് സമസ്തയെ നിയന്ത്രിക്കുന്നതിന് അർഹതയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാണക്കാട് ഖാസിം വിവാദത്തിലും ഹക്കീം അസ്ഹരി തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഖാസിമാർ പണ്ഡിതന്മാർ ആയിരിക്കണമെന്നാണ് മതനിയമമെന്ന് ഹക്കീം അസ്ഹരി പറഞ്ഞിരുന്നു. ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പണ്ഡിത സഭയിൽ അംഗത്വം നൽകാതിരിക്കുന്ന ഇ.കെ. വിഭാഗം സമസ്തയുടെ മുഷാവറ അംഗങ്ങളുടെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നതാണെന്നാണ് എപി വിഭാഗത്തിന്റെ ഈ നിലപാട്. കേരളത്തിൽ ഇരുവിഭാഗ സുന്നികളും ഇപ്പോൾ നല്ല ബന്ധത്തിലാണെന്നും തർക്കങ്ങളൊന്നും ഇല്ല എന്നും ചൂണ്ടിക്കാട്ടിയ എപി വിഭാഗം നേതാവ് ഇരു സംസ്ഥകളും ഒരുമിച്ച് പതാക ഉയർത്തുന്ന സംഭവങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് എന്നും വ്യക്തമാക്കുകയുണ്ടായി. ഇരു സംഘടനാ നേതാക്കളും ഒരുമിച്ച് വേദി പങ്കിടുകയാണ് ഇനി വേണ്ടതെന്നാണ് ഹക്കീം അസ്ഹരിയുടെ അഭിപ്രായം. സുന്നി ഐക്യ ശ്രമം തടയാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സുന്നികൾ ഐക്യപ്പെട്ടാൽ അത് തങ്ങൾക്ക് പ്രയാസമുണ്ടാകുമോ എന്നും ചിലർ ഭയപ്പെടുന്നുണ്ട് എന്നും വ്യക്തമാക്കിയ ഹക്കീം അസ്ഹരി കേരളത്തിൽ മുസ്ലിം സംഘടനകളുടെയും വ്യക്തികളെയും സ്വാധീനിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നതും പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്നിൽ രാഷ്ട്രീയമാണ്. അത് കേരള മുസ്ലിം പൊതുസമൂഹം തള്ളിക്കളഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സംഘടനകളെ സ്വാധീനിക്കാൻ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നുണ്ട്. അതിൽ വീണു പോകാതിരിക്കാൻ ബന്ധപ്പെട്ട നേതാക്കൾ ശ്രദ്ധിക്കണമെന്നും ഹക്കീം അസ്ഹരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എപി വിഭാഗം നേതാവിന്റെ ഈ നിലപാടുകൾ UDF-നെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. പൊതു എപി വിഭാഗം സുന്നികളെ അരിവാൾ സുന്നികളാണെന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് എങ്കിലും കോൺഗ്രസ് അനുഭാവികളെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരിൽ നല്ലൊരു വിഭാഗവും ഈ സമുദായ സംഘടനയിൽപ്പെട്ടവരാണ്. ഇ.കെ. വിഭാഗം പൊതുവെ ലീഗ് അനുകൂലികളായാണ് വിലയിരുത്തപ്പെടുന്നത്. ലീഗിന്റെ പ്രധാന വോട്ട് ബാങ്കും ഇ.കെ. വിഭാഗം സുന്നികളാണ്. എന്നാൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലീഗ് അധ്യക്ഷനായ ശേഷം ലീഗും ഇ.കെ. വിഭാഗം സമസ്തയും തമ്മിൽ ശക്തമായ ഭിന്നതയാണ് നിലവിലുള്ളത്. ചരിത്രത്തിൽ ആദ്യമായി ഇ.കെ. വിഭാഗത്തിൽ നിന്നും ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടുകൾ ശക്തമായി പുറത്തു വന്നു തുടങ്ങിയതും ഈ കാലഘട്ടത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDPI സാദിഖ് അലി തങ്ങൾ കൂട്ടുപിടിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ലീഗിന്റെ മുൻ അധ്യക്ഷന്മാർ പിന്തുടരാത്ത നിലപാടാണെന്ന് മുഖ്യമന്ത്രിക്ക് വരെ തുറന്ന് വിമർശിക്കേണ്ട സാഹചര്യവുമുണ്ടായി. ഇത് ലീഗ് നേതൃത്വവും ഇടതുപക്ഷ നേതൃത്വവും തമ്മിലുള്ള രൂക്ഷമായ പോർവിളിയിലേക്കായിരുന്നു കലാശിച്ചിരുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്ന ലീഗ് നിലപാട് തന്നെയാണ് കോൺഗ്രസും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ വാദം തള്ളിയ CPM നേതൃത്വം ലീഗ് അധ്യക്ഷനായിരിക്കുന്ന കാലത്തോളം സാദിഖ് അലി തങ്ങളെ വിമർശിക്കുക തന്നെ ചെയ്യുമെന്നാണ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ നിലപാടിനാണ് പൊതുസമൂഹത്തിലും സ്വീകാര്യത വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ നാണം കെട്ടിരിക്കുന്നത് ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതാക്കളുമാണ്. ഇ.കെ. വിഭാഗം സമസ്ത ലീഗ് തർക്കം പുതിയ വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ്. മറ്റൊരു പ്രമുഖ സംഘടനയായ എപി വിഭാഗവും സമസ്തയും ലീഗിനെതിരെ പരസ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിലും ഖാസി വിവാദത്തിലും ഇ.കെ. വിഭാഗം സമസ്ത എടുത്ത നിലപാട് ശരിയാണെന്നാണ് എപി വിഭാഗം പറയുന്നത്. പരസ്യമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാടിനെയാണ് അബ്ദുൽ ഹക്കീം അസ്ഹരി തള്ളി പറഞ്ഞിരിക്കുന്നത്. പുതിയ ബന്ധവും ഉണ്ടാക്കി മുന്നോട്ട് പോകാനുള്ള ലീഗ് നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ യോജിച്ച ഒരു നിലപാടുമായി ഇരു സമസ്തകളും രംഗത്തിറങ്ങുന്നത് മതപരമായി മാത്രമല്ല രാഷ്ട്രീയമായും അത് ലീഗിനും UDF-നും വലിയ തിരിച്ചടിയായി മാറാനാണ് സാധ്യതയുള്ളത്.